start with a real life scenario. We all have right a bicycle. അല്ലേ? So ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് the bicycle, the wheel which is actually a circle, and the path traced by the bicycle which is a line. അതായത് ഒരു ലൈൻ ആൻഡ് സർക്കിളിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യു ഓൾ നോ ദിസ് ലൈൻ ആൻഡ് സർക്കിൾ. അതിൽ ഈ ലൈൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ കുറെ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉള്ള ലൈൻ ആണ്. ആ ലൈൻ എന്താണ്, ആ ലൈനിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആൻഡ് യു നോ ഈ ഒരു സെക്ഷനിൽ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൗ ദിസ് ലൈൻ ആൻഡ് സർക്കിൾ ഇസ് റിലേറ്റഡ്. ആ ലൈന് നമ്മൾ എന്ത് പേര് വിളിക്കും, ആ ലൈൻ എങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക വെൻ ഇറ്റ് കംസ് ടു എ സർക്കിൾ. സോ ആ കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വി ഹാവ് ടു ഗോ ഇൻ ഡീറ്റെയിൽ മാത്തമാറ്റിക്കലി, റൈറ്റ്? സോ ആ ലൈനെ വിളിക്കുന്ന പേരാണ്, ആസ് യു ഓൾ നോ, യു മൈറ്റ് ഹാവ് ഹേർഡ് ദിസ് വേർഡ് ടാൻജന്റ്. ടാൻജന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇറ്റ്സ് എ സ്ട്രേറ്റ് ലൈൻ that touches a circle at only one point. ആ വേർഡ് ആണ് ഏറ്റവും ഹൈലൈറ്റ്. സർക്കിളിന്റെ ഒരേ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് ടാൻജന്റ്. ആൻഡ് ഓൾസോ ദ സ്പെഷ്യൽ തിങ് ഇസ് ദാറ്റ് ഇറ്റ് ടച്ചസ് ദ സർക്കിൾ. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, റൈറ്റ് സൈഡിലുള്ള ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഇത് ആ സർക്കിളിന്റെ ഒരൊറ്റ ഒരു പോയിന്റിൽ മാത്രമേ ഇത് ടച്ച് ചെയ്യുന്നുള്ളൂ, അല്ലേ? ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഇന്റർസെക്ട് ഓർ പാസ് ത്രൂ ഇറ്റ്. അതായത് ഈ ഒരു സർക്കിളിനെ ക്രോസ് ചെയ്തോ അല്ലെങ്കിൽ ഇതിനെ കട്ട് ചെയ്തോ ഒന്നും പോകുന്നില്ല, ജസ്റ്റ് ടച്ച് ചെയ്യുന്നു, പോകുന്നു, ആൻഡ് അറ്റ് എ സിംഗിൾ പോയിന്റിൽ. അങ്ങനെയുള്ള ഒരു സ്ട്രേറ്റ് ലൈനെ വിളിക്കുന്ന പേരാണ് ടാൻജന്റ്. As you can see in the second figure, is this a tangent? No, because it touches a circle at 2 points, alle? Namely, we can name it as A and B. അതായത് ഒരു സ്ട്രേറ്റ് ലൈൻ ഉണ്ട്, അത് സർക്കിളിന്റെ രണ്ട് പോയിന്റിൽ, അതായത് സർക്കംഫറൻസിൽ രണ്ട് പോയിന്റിലാണ് വന്ന് മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ടാൻജന്റ് അല്ല എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ടാൻജന്റ്. While the first one, it is a tangent because it touches just one single point in the circle. അത് ക്രോസ് ചെയ്യുന്നുമില്ല, ഇന്റർസെക്ട് ചെയ്യുന്നുമില്ല. Okay, this is what we call it as tangent. Now we should go in detail to understand how this mathematically എങ്ങനെയാണ് ഒരു ടാൻജന്റ് ഉണ്ടായത്, അല്ലെങ്കിൽ അതിന്റെ വേറെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ള അത് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്. സോ ടാൻജന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അതിന്റെ ജോമെട്രിക്കൽ എക്സ്പ്ലനേഷൻ നോക്കാം. സോ given a figure, അപ്പൊ നമുക്കറിയാം ഇതൊരു സർക്കിൾ ആണ്. ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആണ്. ആൻഡ് അതിന്റെ തന്നിട്ടുണ്ട് എ ബി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡയമീറ്റർ. ഡയമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ ട്വൈസ് ദ റേഡിയസ് ആണല്ലോ. ആൻഡ് ഈ ഡയമീറ്ററിനെ നമ്മൾ രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തും വെച്ചിട്ടുണ്ട്. ഓക്കെ, നൗ ദ സെക്കൻഡ് ഫിഗർ സേസ് ദാറ്റ് വി ആർ കൺസിഡറിങ് അനദർ കോഡ്. ദ കോഡ് ഇസ് AX. AX ആണ് ഇപ്പോഴത്തെ കോഡ് എന്ന് പറയുന്നത്. ആ AX എന്ന് പറയുന്നതും നമ്മൾ ഈ പറഞ്ഞ പോലെ രണ്ട് സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ആൻഡ് യു ക്യാൻ സീ AX ഉം AB യും എന്ന് പറയുന്നത് എന്തായിരിക്കും? രണ്ട് ഡിഫറെന്റ് ലൈൻസ് ആണ്, അല്ലെ? AB സ്പെഷ്യലി പറയുവാണെങ്കിൽ ഡയമീറ്ററും AB എന്ന് പറയുന്നത് സ്പെഷ്യലി പറയുവാണെങ്കിൽ ഡയമീറ്ററും AX എന്ന് പറയുന്നത് കോഡുമാണ്. നൗ ഈ AX നെ ഞാൻ ഇനിയും അങ്ങ് നമ്മുടെ അലോങ് ദ സർക്കിളിന്റെ ആ സർക്കംഫറൻസിൽ കൂടെ ഇങ്ങനെ എന്താണ് റൊട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരുവാണ്. ഇന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, AX ഉണ്ട്, AB അങ്ങനെ തന്നെ നിൽക്കുകയാണ്, അതിന്റെ പൊസിഷൻ മാറ്റിയിട്ടില്ല. AX നെ അതൊരു സ്ലൈഡർ പോലെ ആലോചിച്ചാൽ മതി. അപ്പൊ നമ്മൾ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? യു ക്യാൻ സീ ദാറ്റ് അതിന്റെ ആംഗിൾ കൂടും, അല്ലെ? ആദ്യം ഉണ്ടായിരുന്ന XAB എന്ന് പറയുന്ന ഈ ആംഗിൾ ആണോ രണ്ടാമത്തെ മൂന്നാമത്തെ പടത്തിൽ വന്നപ്പോൾ? അല്ല, ആംഗിൾ കുറച്ചുകൂടെ വൈഡ് ആയി, അല്ലെ? അതായത് നമ്മൾ ആ ലൈൻ അലോങ് ദ സർക്കിളിലൂടെ ആ ലൈനെ നമ്മൾ ഇങ്ങനെ വലിച്ച് സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരുവാണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് കമ്മിങ് ക്ലോസർ ടു എയിലേക്ക് നമ്മൾ കൊണ്ടുവരുവാണ്. അങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവരുമ്പം നമുക്ക് എന്ത് കണ്ടു? ആംഗിൾ XAB എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ആംഗിൾ കൂടി, കാരണം അതിന്റെ വൈഡ് ആയിട്ട് വരത്തില്ല കുറച്ചുകൂടെ ആംഗിൾ. സോ ആംഗിൾ ഇസ് ഇൻക്രീസിങ് there, റൈറ്റ്? നൗ നമ്മൾ അങ്ങനെ ആ ഒരു XA എന്ന് പറയുന്ന കോഡിനെ നമ്മൾ സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്ത് കൊണ്ടുവന്ന് ഇറ്റ് റീച്ചസ് എ പോയിന്റ് A, and you can see it is shown by the red line here. You can see here ഒരു റെഡ് ലൈൻ കാണാമല്ലോ.
ഈ റെഡ് ലൈൻ ആണ് ആക്ച്വലി ദ ടാൻജന്റ്. ബിക്കോസ് നമ്മൾ എ എക്സ് എന്ന് പറയുന്ന കോഡിനെ നമ്മളിപ്പോ ഒരു ടാൻജന്റ് ആക്കി മാറ്റി. എങ്ങനെ? ബൈ ബ്രിങ്ങിങ് ഇറ്റ് ടുവേർഡ്സ് എയിലേക്ക് കൊണ്ടുവന്ന് അതിനെ നമ്മൾ കൊണ്ടുവരുമ്പോഴത്തേക്കിന് ഇറ്റ് ജസ്റ്റ് ടച്ചസ് ദി സർക്കിൾ അറ്റ് വൺ സിംഗിൾ പോയിന്റ്. നേരത്തെ നോക്കിക്കേ, എക്സ് എന്ന് പറയുന്നത് എയിലും കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, എക്സിലും കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെ? അത് ഇവിടെ വന്നപ്പോഴത്തേക്കിന് നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവന്നു, ഇവിടെ വീണ്ടും ഒരു കട്ട് ചെയ്യും, ഇവിടെ കട്ട് ചെയ്യും, ഇവിടെ കട്ട് ചെയ്യും, അങ്ങനെ അങ്ങനെ നമ്മൾ സ്ലൈഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് സ്ലൈഡ് ചെയ്ത് കൊണ്ടുവന്ന് അത് അവസാനം എന്താണ്? ഒരൊറ്റ സിംഗിൾ പോയിന്റിൽ എക്സ് എന്ന് പറയുന്നത് ബിക്കം ദ ടാൻജന്റ് ആയി. കോഡ് ബിക്കം ദ ടാൻജന്റ്. അവിടെ മാജിക് ആണ് അല്ലെ? കോഡ് ബിക്കം ദ ടാൻജന്റ് ആയി. അതെങ്ങനെയാണ്? നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ആ ലൈന് ജസ്റ്റ് ഒരു കണ്ടീഷൻ എത്തി, ഇറ്റ് ജസ്റ്റ് ടച്ചസ് സർക്കിൾ അറ്റ് വൺ സിംഗിൾ പോയിന്റ്. അങ്ങനെയുള്ള ലൈന് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ടാൻജന്റ് എന്ന് വിളിക്കാൻ പറ്റും. ഓക്കെ, ദിസ് ഈസ് ഹൗ നമുക്ക് ഒരു ടാൻജന്റ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളൊരു ജസ്റ്റ് ഒരു ഡയമീറ്ററിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ? പിന്നെ ഒരു കോഡ് വെച്ചു, ആ കോഡിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എലോങ് ദ സർക്കിളിന്റെ എലോങ് ആണ് കൊണ്ടുവന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു ആൻഡ് ഇറ്റ് റീച്ചസ് എ പോയിന്റ് where it touches only once. ആ ഒരു പെക്യുലാരിറ്റി കൊണ്ടാണ് ആ ലൈനെ ഇല്ലെങ്കിൽ ആ കോഡിനെ ഇപ്പം നമ്മൾ ടാൻജന്റ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? Now we have to visualize what is the relation between this tangent and diameter. നമ്മൾ കണ്ടു ടാൻജന്റും ഡയമീറ്ററും ഇനിയും കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ടാൻജന്റ് എങ്ങനെയാ കിട്ടി എന്ന് മനസ്സിലായി. ഈ ടാൻജന്റും ഡയമീറ്ററും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Okay, now again you can consider the figure. അതായത് നിങ്ങൾക്ക് മുമ്പത്തെ പടത്തിലെ എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ ഉണ്ടായിരുന്നു, എ എക്സ് എന്ന് പറയുന്നത് കോഡുമാണ് ആണല്ലോ. ഇനി ഇതിനകത്തില് നമുക്ക് അറിയാം ഇത് മീറ്റ് ചെയ്യുമ്പം ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണല്ലോ O എന്ന് പറയുന്നത് നമ്മുടെ സെന്റർ ആണ്. ആൻഡ് ലെറ്റ് ദിസ് ആംഗിൾ ബി എക്സ് വിച്ച് ഇസ് ദി സെൻട്രൽ ആംഗിൾ ഓഫ് ദി കോഡ് എ എക്സ്. അതായത് നമ്മുടെ എ എക്സ് എന്ന് പറയുന്ന കോഡ് വിത്ത് ദി സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതിനെയാണ് എക്സ് ഡിഗ്രി എന്ന് വിളിക്കുന്നത്. Now what is the second case? സെക്കൻഡ് കേസ് വരുമ്പോ തന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഈ എ എക്സിനെ അല്ലെങ്കിൽ എക്സിനെ നമ്മൾ എയിലേക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ ലൈൻ എന്തായിരിക്കും? ഇച്ചിരൂടെ അടുത്തടുത്ത് വരുമല്ലോ അല്ലെ? എക്സ് ഒ എന്ന് പറയുന്ന അടുത്തടുത്ത് വരും. ദാറ്റ് മീൻസ് ഈ ഒരു ആംഗിൾ എ ഒ എക്സ് എന്ന് പറയുന്ന ആംഗിൾ എന്തായിരിക്കും? ചെറുതാവാൻ തുടങ്ങും അല്ലെ? അങ്ങനെ ചെറുതായി അവസാനം എക്സ് എന്ന് പറയുന്നത് എന്താണ്? അപ്രോച്ചസ് ടു സീറോ ആവാൻ തുടങ്ങും അല്ലെ? നമ്മൾ ചെറുതാക്കി കൊണ്ടുവരുമ്പോഴത്തേക്കിന് ഈ ലൈൻ എന്താണ്? എക്സ് ഒ എന്ന് പറയുന്ന ഓൾമോസ്റ്റ് എ ഒ ആയിട്ട് ലൈൻ ചെയ്യുന്നു. ലൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് എക്സ് അവിടെ ഇല്ല. നേരത്തെ ഒരു ആംഗിൾ ഉണ്ടായിരുന്നു എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട്, വിച്ച് ഇസ് ദി ആംഗിൾ made by the chord AX with the center അല്ലെ? അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്ന് വിളിക്കാം. ആ ആംഗിളില് നമ്മൾ എക്സോ എന്ന് പറയുന്ന മുമ്പത്തെ പോലെ തന്നെ അതിനെ നമ്മൾ അറൌണ്ട് ദ സർക്കിൾ അലോങ് ദ സർക്കിൾ നമ്മളൊന്ന് സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കിന് അതെന്തായിരിക്കും? ആ ആംഗിൾ ചെറുതാവാൻ തുടങ്ങും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ ഇപ്പൊ സെൻട്രൽ ആംഗിൾ ആണ്. മുമ്പേ നമ്മൾ കൺസിഡർ ചെയ്തത് ടാൻജന്റും കോഡും തമ്മിലുള്ള ആംഗിൾ ആണ്. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെൻട്രൽ ആംഗിൾ. ആ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? ഇറ്റ് അപ്രോച്ചസ് ടു സീറോ. അത് സീറോയിലേക്ക് എത്തിപ്പറ്റാൻ തുടങ്ങും. ഓക്കെ, നൗ we can see ഇനി ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ഒ എ എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും കിട്ടുക? As you can see, triangle O A X എന്ന് പറയുന്നത് OAX എന്ന് പറയുന്ന ഒരു isosceles triangle ആണോ? Yes, it is an isosceles triangle. Why? Because OA എന്ന് പറയുന്നതും is same as OX. Reason? They are the radii of the circle. ആണല്ലോ, റേഡിയസ് ആണ്. റേഡിയസ് ആകുമ്പോൾ എന്താണ്? OA തന്നെയായിരിക്കും OX. So we can see the two sides of a triangle is equal. So OAX എന്ന് പറയുന്നത് isosceles triangle ആണ്. ആണല്ലോ. ഇനി നമുക്കറിയാം എക്സ് മാത്രം, നമുക്ക് ഈ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. OAX എത്ര ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ OX എത്ര ആണെന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ അപ്രോച്ച് നോക്കുന്നത്. Now you can see that നമുക്ക് ഒരു ആംഗിൾ മാത്രം അറിയാം, എക്സ് മാത്രം അറിയാം ആണല്ലോ. ബാക്കി ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കും വരിക? ടോട്ടൽ സം ഓഫ് ദി ആംഗിൾസ് എന്തായിരിക്കും? 180 ഡിഗ്രി ആണ് അല്ലേ? ഇനി നമുക്കറിയാം ഇത് ഐസോസെൽസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാകുമ്പോൾ ഇതിനെ ഞാൻ y എന്ന് വിളിക്കുവാണെങ്കിൽ y plus y is equal to 180 ഡിഗ്രി.
അല്ലെങ്കിൽ 2y is equal to 180 minus x or y is equal to 180 minus x by 2 അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ you get 90 minus x by 2. Is this the same angle as your OAX? അതെ, ആംഗിൾ OAX എന്ന് പറയുന്നതും y എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പൊ എടുത്തതും എല്ലാം എന്ത് തന്നെയാണ്? 90 മൈനസ് എക്സ് ബൈ 2 ഡിഗ്രി ആണ്. മനസ്സിലായോ? കാരണം അതൊരു ഐസോസിസ് ട്രയാങ്കിൾ ആണ്. അതിന്റെ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. സോ ഞാൻ അത് ജസ്റ്റ് y എന്ന് പറഞ്ഞെടുത്തു, കാരണം രണ്ട് ആംഗിൾ ഈക്വൽ ആണല്ലോ. സോ ഓൾറെഡി എക്സ് എടുത്തോണ്ടാണ് y എന്ന് എടുത്തത്. സോ x plus y you get it as 180 degree. അതിൽ നിന്ന് സോൾവ് ചെയ്യുമ്പോൾ y എന്ത് കിട്ടും? 90 minus x by 2 എന്ന് കിട്ടും. And that y is actually your OAX എന്ന് പറയുന്നത്. Now you can see that 90 minus x by 2, അതായത് x നെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ മിഡിലുള്ള നമ്മുടെ സെൻട്രൽ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഏത് ഈ OAX ഇരിക്കുന്നത് ആണല്ലോ. Now OAX എന്ന് പറയുന്നത് 90 minus x by 2 ആണല്ലോ. അതായത് OAX എന്ന് പറയുന്നത് x നെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഈ x എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, OAX ലെ ഈ x എന്ന് പറയുന്നത് നമ്മൾ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരുവാണ്. അലോങ് ദ സർക്കിൾ നമ്മൾ അതിനെ അടുപ്പിച്ച് എയിലേക്ക് അടുപ്പിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? എക്സിന്റെ ആംഗിൾ കുറയുന്നു അല്ലെ, എക്സ് ഡിഗ്രി എന്നുള്ളത് കുറയും. എക്സ് ഡിഗ്രി കുറഞ്ഞ് ഇറ്റ് ഈസ് അപ്രോച്ചിങ് ടു 0 ആകുമ്പോൾ what will be the angle OAX? OAX എന്തായിട്ട് മാറും? It is 90 minus 0, which is nothing but 90 degree അല്ലെ. അതായത് OAX എന്ന് പറയുന്നത് ഒരു 90 ഡിഗ്രി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലേക്ക് മാറും. That is your tangent. It is nothing but your tangent. കാരണം നമ്മുടെ ആംഗിൾ, സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി മിനിമൈസ് ചെയ്ത് അത് 0യിലേക്ക് മാറി കഴിയുമ്പോൾ OAX എന്തായിട്ട് മാറും? It becomes a straight line which touches the circle at one point, that is A, and where അത് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരിക. That is 90 degree, right? ഇപ്പൊ നമ്മുടെ OAX എന്ന് പറയുന്നതാണ് ഈ 90 degree. Understood? സോ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ഇമാജിൻ ചെയ്താൽ മതി, ഈ ഒരു ലൈനെ നമ്മൾ സ്ലൈഡ് ചെയ്ത് നേരെ കൊണ്ടുവരുന്നു അല്ലെ, ഷിഫ്റ്റ് ചെയ്ത് എയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്തായിരിക്കും? ആംഗിൾ ബിറ്റ്വീൻ ദോസ് ടു ലൈൻസ് ബിക്കം എത്രയായിരിക്കും? 90 ഡിഗ്രി. അണ്ടർസ്റ്റുഡ്? ആൻഡ് ദാറ്റ് ലൈൻ ഇസ് കോൾഡ് as ടാൻജന്റ്. അപ്പൊ നമ്മളിപ്പോ ചെക്ക് ചെയ്തത് എന്താണ്? ടാൻജന്റും ഡയമീറ്ററും ആണല്ലോ. അതെ, കാര്യം ടാൻജന്റ് എന്ന് പറയുന്ന ലൈനും AB എന്ന് പറയുന്നത് which is nothing but your ഡയമീറ്റർ, അല്ലെങ്കിൽ നമുക്ക് പറയാം റേഡിയസ് എന്നും പറയാം അല്ലെ. ഇപ്പൊ നമ്മൾ ഡയമീറ്റർ എടുക്കുന്നു, ചിലപ്പം നമുക്ക് റേഡിയസുമായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത്. then also it is same. Tangent is perpendicular. Your tangent is perpendicular to diameter, or you can say it is perpendicular to radius of a circle. Understood? ഈ ഒരു രണ്ട് രീതിയിൽ നമുക്ക് പറയാം. കാര്യം അത് ഡയമീറ്റർ ആയാലും റേഡിയസ് ആയാലും സെയിം ആണ്. ട്വൈസ് റേഡിയസ് എടുക്കുന്നതാണ് ഡയമീറ്റർ. സോ യു ഗെറ്റ് എ ഫുൾ ലൈൻ. അപ്പൊ അതുമായിട്ടാണ് മേക്ക് ചെയ്യുന്നത് 90 ഡിഗ്രി. വാട്ട് ദ ടാൻജന്റ്. അണ്ടർസ്റ്റുഡ്? നൗ so the relation between tangent and diameter നമ്മളിവിടെ derive ചെയ്തെടുത്തു. What is that? The tangent at a point on a circle is perpendicular to the diameter through that point. അതായത് this is your tangent and AB is your diameter. ആ ഒരു ടാൻജന്റ് ഡയമീറ്റർ എപ്പോഴും പെർപെൻഡിക്കുലർ ആയിരിക്കും. That means the angle between them is 90 degree. Understood? This is the main relation between tangent and diameter. ഈ ഒരു entire സെഷനിൽ നമുക്ക് ഓർത്തിരിക്കാനുള്ള ഒരേ ഒരു important principle എന്ന് പറയുന്നത് ഇതാണ്. The tangent is always perpendicular to the radius of the circle, or it is always perpendicular to the diameter. That means it is making 90 degree with the diameter. Understood? ഈ ഒരു കോൺസെപ്റ്റ്, ഒരു ജനറൽ പ്രിൻസിപ്പിൾ മാത്രം വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു എൻറ്റയർ സെക്ഷൻ. ഇത് കാണിക്കാൻ വേണ്ടി എങ്ങനെയാണ് നമ്മൾ ആ 90 ഡിഗ്രിയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയാണ് പ്രീവിയസ് ഫിഗേഴ്സ് ഒക്കെ യൂസ് ചെയ്തത്. അണ്ടർസ്റ്റുഡ്? ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താ കൊച്ചിലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ. ഒരു രണ്ട് വള്ളി ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താണ് സ്ലൈഡ് ചെയ്ത് നേരെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അത് 90 ഡിഗ്രി ആയി കഴിയുന്ന ആ ലൈനെ വിളിക്കുന്ന പേരാണ് ടാൻജന്റ്. നമ്മൾ 90 ഡിഗ്രി നമുക്ക് കിട്ടുന്ന ടാൻജന്റ് എന്ന് പറയുന്നത് എന്താണ്? അതിന് നമ്മൾ ടാൻജന്റിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആ ലൈനെ സ്ലൈഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് അല്ലെ. സോ the angle between the tangent and diameter is nothing but 90 degree എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്നത്.
Now, let's see a question. In the figure given, a triangle is formed by a tangent to a circle, the radius through the point of contact and a line through the center. സംഭവം ഇത്രയേ ഉള്ളൂ. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടി അല്ലെ. ട്രയാങ്കിളെ നമുക്കൊന്ന് നെയിം ചെയ്താലോ. ലെറ്റ് ദിസ് ബി യോർ O, ലെറ്റ് ദിസ് ബി യോർ B and let this be your A. Understood? ഇനി ഈ ഒരു ടാൻജന്റ് കിട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോറി ഈ ഒരു ട്രയാങ്കിൾ ഒ എ ബി എങ്ങനെയാണ് കിട്ടിയത്? നമുക്കറിയാം റേഡിയസ് ഉണ്ട് 2 സെന്റിമീറ്റർ and you have AB. What is AB? This is your tangent actually, right? And OB എന്ന് പറയുന്നത് it is a line through the center. സെന്ററിൽ കൂടെ ഉള്ള ഒരു ലൈൻ ആണ്. ഓക്കെ, സോ OA എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? റേഡിയസും ആണ് ആണല്ലോ. Now ഈ ഒരു 3 ലൈൻ വെച്ചിട്ട് നമുക്കൊരു ട്രയാങ്കിൾ കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ടു റീകൺസ്ട്രക്ട് ദിസ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിനെ വരയ്ക്കാൻ എളുപ്പമാണോ? ഒറ്റ തുടച്ച് നോക്കി കഴിഞ്ഞാൽ എളുപ്പമാണ് അല്ലെ. 2 സെന്റിമീറ്റർ ഉണ്ട്, 25 ഡിഗ്രി ഉണ്ട്. ഇസ് ദാറ്റ് ഇനഫ്? നോ. കാര്യം എന്താണ്? നമുക്കറിയാം ട്രയാങ്കിളിന്റെ എത്ര സൈഡ്സ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട് ആണല്ലോ. ആൻഡ് ഹൗ മെനി ആംഗിൾസ്? അതേപോലെ തന്നെ 3 ആംഗിൾസും ഉണ്ട്. ഒരു സൈഡും ഒരു ആംഗിളും തന്നിട്ട് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. മിനിമം 2 ആംഗിളും ഒരു സൈഡും ആണെങ്കിൽ നമുക്ക് വരയ്ക്കാം, അല്ലെങ്കിൽ 2 സൈഡും ഒരു ആംഗിളും ആണെങ്കിൽ നമുക്ക് വരയ്ക്കാം. അങ്ങനെ ഡിഫറെന്റ് കേസസ് ഉണ്ട്. അല്ലെങ്കിൽ 3 ആംഗിൾ തരണം, അങ്ങനെയുള്ള ഡിഫറെന്റ് കേസസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ ഇപ്പം തന്നിരിക്കുന്ന ഈ പടത്തിൽ ഒരു സൈഡും ഒരു ആംഗിളും തന്നിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പാടാണ്. ബട്ട് സംതിങ് വി ക്യാൻ ഡിറൈവ് ഫ്രം ദിസ് ഫിഗർ. എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫിഗർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ? യെസ്. കാര്യം ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഐ എം ജസ്റ്റ് റബ്ബിംഗ് ദി തിങ്സ് ഫ്രം ഹിയർ. സോ നമ്മളിപ്പോ നോക്കിയാൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഫിഗർ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ? യെസ്, ഡെഫിനറ്റ്ലി. നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് കുറച്ച് കാര്യങ്ങളിൽ എന്താ പറയാ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. എന്തായിരിക്കും? അതായത് എ ബി എന്ന് പറയുന്ന ടാൻജന്റ് ആണെന്ന് ഞാൻ പറഞ്ഞു ആണല്ലോ. ആൻഡ് വാട്ട് ഇസ് ഒ എ? ഒ എ ഇസ് നത്തിങ് ബട്ട് യുവർ റേഡിയസ്. ഞാൻ പറഞ്ഞു tangent is always perpendicular to diameter അല്ലെങ്കിൽ റേഡിയസ് ആണല്ലോ. ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി ഈ എ ബി ഒ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി അല്ലേ? യെസ്, ഡെഫിനറ്റ്ലി. ആൻഡ് നൗ യു ക്യാൻ സീ വാട്ട് ഇസ് ദിസ് ആംഗിൾ. ആംഗിൾ എ ഒ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ബിക്കോസ് വി നോ ദ സം ഓഫ് ഓൾ ആംഗിൾസ് ഇസ് 180 ഡിഗ്രി അല്ലെ ഇൻ എ ട്രയാംഗിളില്. So 90 degree plus angle AOB plus angle OBO, which is nothing but angle 25 degree is equal to 180 degree. Angle AOB എന്ന് പറയുന്നത് എന്തായിരിക്കും? 180 minus 90 plus 25 and you get it as 65 degree ആണോ? So ഈ AOB എന്ന് പറയുന്നത് ഇപ്പൊ കിട്ടിയേക്കുന്നത് 65 ഡിഗ്രി ആണ്. Now what is next? Can you draw this triangle? Yes. എങ്ങനെ വരയ്ക്കാൻ പറ്റും? You have this angle 65 degree and you have the radius OA. ഇത് തന്നെയല്ലേ റേഡിയസ് തന്നെയല്ലേ ഈ പോയിന്റ് വരെയുള്ള റേഡിയസ്? Let it be C. OC എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 because it's a radius, right? Now നമുക്കിപ്പോ പടം വരയ്ക്കാലോ. Now we know the circle is having a radius of 2 cm. അപ്പൊ 2 cm ഉള്ള ഒരു സർക്കിൾ തന്നെ ആദ്യം വരച്ചോളുക. Okay, it is hand written. So നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അത് സ്കെയിലും പെൻസിലും നമുക്ക് ജോമെട്രി ബോക്സിന്റെ ഹെൽപ്പോടെ തന്നെ വരച്ചെങ്കിലേ പറ്റുള്ളൂ. കറക്റ്റ് ആയിട്ടുള്ള പടം വരയ്ക്കണം. ആൻഡ് വിത്ത് ദ സെന്റർ ഐ എം മാർക്കിംഗ് ഇറ്റ് ആസ് O. കാരണം ആ പടത്തിൽ എന്തൊക്കെ മാർക്കിങ്സ് ഉണ്ടോ ആ മാർക്കിങ്സ് എല്ലാം തന്നെ നമ്മൾ വരയ്ക്കുന്ന പടത്തിലും കണ്ടിരിക്കണം. O ഉണ്ടെങ്കിൽ O, A ഉണ്ടെങ്കിൽ A, B അതെല്ലാം നമ്മൾ കൊടുത്താണ്. സോ യു ക്യാൻ മേക്ക് ദാറ്റ് ഓൾസോ ഇൻ ദ ന്യൂ ഫിഗർ. അപ്പൊ നമ്മളിവിടെ O സെന്റർ കൊടുത്തു. ഇനി O to C എത്രയാണ്? നമുക്കറിയാം റേഡിയസ് ആണല്ലോ. ബിക്കോസ് സർക്കിളിന്റെ റേഡിയസ് 2 സെന്റിമീറ്റർ ആയതുകൊണ്ട് we get this line as 2 and this is your point C. ആൻഡ് ഇനി ഈ ഇത് ബേസ് വെച്ചിട്ട് അതായത് OC ബേസ് വെച്ചിട്ട് നമ്മൾ ഒരു 65 ഡിഗ്രി എടുത്ത് വരയ്ക്കണം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ പ്രൊട്രാക്ടർ നമ്മൾ 65 ഡിഗ്രി എടുത്ത് വരയ്ക്കുന്നു. ഓക്കെ, ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പുറത്തോട്ട് ആൻഡ് ഇറ്റ് മീറ്റ്സ് അറ്റ് എ പോയിന്റ് A ആണല്ലോ. Now you know ഈ ഒരു ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യുക, OCനെ വെളിയിലോട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കഴിയുക. ആൻഡ് ഈ ഒരു എയിൽ നിന്ന്
OA as the base എടുത്തിട്ട് OA as the base എടുത്തിട്ട് 90 ഡിഗ്രി ഒന്ന് വരച്ചു നോക്കിയേ. It comes and meet at some point over here. അപ്പൊ ഈ ഒരു ലൈനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു, 90 ഡിഗ്രിയും വന്ന് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. That point is your B. And ഇത് എത്രയായിരിക്കും? 90 ഡിഗ്രി ആണ്. And what is this angle? 25 degree as given in the figure. മനസ്സിലായോ? അപ്പം OC വരച്ചു, OC ന്ന് 65 ഡിഗ്രി വരച്ചു, ഇനിയും 90 ഡിഗ്രി കൺസിഡർ ചെയ്യും. അപ്പൊ OA ബേസ് വെച്ചിട്ട് OA ന്ന് 90 ഡിഗ്രി എടുത്ത് വരച്ചു. ബിക്കോസ് വി ഡോണ്ട് നോ ദ നമുക്ക് 25 ഡിഗ്രി എടുത്ത് വരയ്ക്കാൻ പറ്റില്ല, കാരണം അത് എക്സ്റ്റെൻഡ് ചെയ്ത് എവിടെയോ പോകുന്നു. ഇനി മെഷർമെന്റ് ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ എടുത്ത് വരയ്ക്കാം. ഇനി സ്പെസിഫിക്കലി തന്നിട്ടുണ്ടെങ്കിൽ ആ തന്ന മെഷർമെന്റ് എടുത്ത് വരയ്ക്കാം. അപ്പൊ അത് എക്സ്റ്റെൻഡ് ചെയ്ത് വിടുക, എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു പോയിന്റിൽ നിന്ന് വേണമെങ്കിൽ 25 ഡിഗ്രി എടുത്തിട്ട് നമുക്ക് അങ്ങനെയും വരയ്ക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ 90 ഡിഗ്രി അറിയാം, കാരണം പോയിന്റ് എയിൽ ഉള്ള ആംഗിൾ 90 ഡിഗ്രി ആണ്. സോ OA ബേസ് വെച്ചിട്ട് 90 ഡിഗ്രി വരയ്ക്കുക, ആൻഡ് ദാറ്റ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. OCയും എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇറ്റ് മീറ്റ്സ് അറ്റ് എ പോയിന്റ് വിച്ച് ഇസ് യുവർ B point. So you get a triangle AOB. ഇപ്പൊ ഇവിടെ നമ്മുടെ triangle AOB ആണ് required triangle എന്ന് പറയുന്നത്. Understood? Next question. In the figure given, a triangle is formed by tangent to a circle, the radius through the point of contact, and a line through the center, draw the triangle. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ട പോലെ തന്നെ ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. ആ ട്രയാങ്കിൾ വരയ്ക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ? രണ്ട് സൈഡ് മാത്രം തന്നിട്ടുണ്ട്. ലെറ്റ് ദിസ് ബി യുവർ സെന്റർ അറ്റ് O, let this be your A, and let this be your B. അപ്പോൾ triangle AOB കൺസ്ട്രക്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് വി നോ ഓൺലി ദ ടു സൈഡ്. ഇപ്പം AOA എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് നത്തിങ് ബട്ട് 2.5 സെന്റിമീറ്റർ വിച്ച് ഇസ് ദി റേഡിയസ് ആണല്ലോ. ആൻഡ് OB തന്നിട്ടുണ്ട് വിച്ച് ഇസ് 5 സെന്റിമീറ്റർ. ഓക്കെ, നൗ വാട്ട് വി ക്യാൻ ഡു? നമുക്കറിയാം ഈ ഒരു ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ്. ബിക്കോസ് ടാൻജന്റും റേഡിയസും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണ് ആണല്ലോ. Now what we can do is we have to take a circle. ആ സർക്കിളിന്റെ റേഡിയസ് എത്രയാണ്? 2.5 സെന്റിമീറ്റർ ആണ്. അപ്പൊ 2.5 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ നമ്മൾ വരച്ചു. ഓക്കെ, ദിസ് ഇസ് 2.5 സെന്റിമീറ്റർ. Now ഇനി O to B എത്ര ആണ് തന്നേക്കുന്നത്? 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ O ന്ന് എത്രയാണ്? 5 സെന്റിമീറ്റർ മാറി B കുത്തി ആണല്ലോ. സോ the OB is total is 5 സെന്റിമീറ്റർ ആണല്ലോ. ഓയിൽ നിന്ന് 5 സെന്റിമീറ്റർ മാറിയാണ് പോയിന്റ് B. Now take OB as the diameter. OB as the diameter എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ റേഡിയസ് എത്രയാണ്? 2.5 അല്ലേ? OB മൊത്തം 5 സെന്റിമീറ്റർ ആണ്. OB യുടെ ഹാഫ്, ദാറ്റ് ഇസ് 2.5. അപ്പൊ 2.5 സെന്റിമീറ്റർ 2.5 സെന്റിമീറ്റർ ആയിരിക്കുമല്ലോ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത്. അതെ, നമ്മൾ ഇതിന്റെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. പോയിന്റ് D എന്ന് വിളിക്കാം. പോയിന്റ് ഡിയിൽ വെച്ചിട്ട് നമ്മൾ വേറൊരു സർക്കിൾ വരയ്ക്കണം. അപ്പൊ വേറൊരു സർക്കിൾ വരയ്ക്കുമ്പോഴത്തേക്കിന് യു ക്യാൻ സീ ഇറ്റ് പാസസ് ത്രൂ O. കാര്യം 2.5 സെന്റിമീറ്റർ ആണല്ലോ. ആൻഡ് ഇങ്ങനെ നമുക്കൊരു സർക്കിൾ കിട്ടുക. ഓക്കെ, ദിസ് ഇസ് നോട്ട് അപ്രോക്സിമേറ്റ്, നമ്മളൊരു ഹാൻഡ് ഡ്രോൺ ആണ്. സോ യു ക്യാൻ സീ ഈ ഒരു സർക്കിളും, അതായത് നമ്മളിപ്പോ രണ്ട് സർക്കിൾസ് ആണ് വരച്ചത്. ഇത് നമ്മുടെ ഫസ്റ്റ് സർക്കിൾ ആൻഡ് ദിസ് ഇസ് അവർ സെക്കൻഡ് സർക്കിൾ. ഈ ഫസ്റ്റ് സർക്കിളും സെക്കൻഡ് സർക്കിളും മീറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പോയിന്റിൽ. എയിൽ മീറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ A പോയിന്റ് ആണല്ലോ. ഈ ഓനെ എയിലോട്ടൊന്ന് ജോയിൻ ചെയ്തേ, ആൻഡ് എനെ ബിയിലോട്ടും ജോയിൻ ചെയ്തേ. Will you get the triangle? Yes, now the triangle is complete. Your OAB എന്ന് പറയുന്ന triangle is the required triangle. Now you got it. Understood? ഇങ്ങനെയാണ് നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കുന്നത്. മനസ്സിലായോ? സോ എന്താ ചെയ്തത്? നമ്മൾ ആദ്യം ഒരു സർക്കിൾ എടുത്തു. സർക്കിൾ വിത്ത് 2.5 സെന്റിമീറ്റർ ഉള്ള റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരച്ചു. ഓയിൽ നിന്ന് 5 സെന്റിമീറ്റർ മാറി B കുത്തി, which is 5 സെന്റിമീറ്റർ. ആൻഡ് ഇതിന്റെ ഹാഫിൽ നിന്ന് വേണം, അതായത് മിഡ് പോയിന്റ്, അതായത് ഇത് 2.5 ആണല്ലോ, അപ്പം ഇതും 2.5 ആണല്ലോ. സോ സെന്റർ എന്ന് പറയുമ്പോൾ എന്താണ്? മിഡ് പോയിന്റ്, ദ പോയിന്റ് അറ്റ് where it touches a circle, and let it be this D. ഡിയിൽ നിന്ന് 2.5 സെന്റിമീറ്റർ ഉള്ള വേറൊരു സർക്കിളും കൂടെ വരച്ചു. അപ്പൊ ഇത് ഇങ്ങനെയായിരിക്കും ഈ സർക്കിൾ പോവുക. അത് മീറ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ഉണ്ടാകും, ഒന്ന് എയും ഒന്ന് ബിയും. ബി അല്ല, നമുക്ക് ഇ എന്ന് വിളിക്കാം. ഓൾറെഡി ബി വന്നിട്ടുണ്ട്. നൗ എനെ ഓയിലോട്ട് മീറ്റ് ചെയ്യുക, എനെ ബിയിലോട്ട് ജോയിൻ ചെയ്യുക. Did you get the triangle? Yes. ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്. Understood? Now
next question. Draw a circle of radius 3 centimeter. Mark a point A on the circle and draw the tangent through A. അപ്പം സിമ്പിൾ ആണ്. ഒരു സർക്കിൾ വരയ്ക്കാൻ പറയാണ് വിത്ത് റേഡിയസ് 3 സെന്റിമീറ്റർ. അപ്പൊ സെന്റർ വിത്ത് O ആണ്. ഓയിൽ നിന്ന് റേഡിയസ് എത്രയാണ് 3 സെന്റിമീറ്റർ. മാർക്ക് എ പോയിന്റ് എ ഓൺ ദ സർക്കിൾ. ഇതൊരു പോയിന്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. മാർക്ക് എ പോയിന്റ് എ ഓൺ ദ സർക്കിൾ ആൻഡ് ഡ്രോ ടാൻജന്റ് ത്രൂ എ. അപ്പം ഇതിൽ കൂടെ ടാൻജന്റ് വരയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ എന്താണ് ഓർക്കേണ്ടത്? വി നോ ദ ടാൻജന്റ് ഇസ് പെർപെൻഡിക്കുലർ ടു റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണല്ലോ. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എത്രയാണ് അവിടുത്തെ ആംഗിൾ വരുന്നത്? 90 ഡിഗ്രി. അപ്പൊ ഒരു റേ വരയ്ക്കുക. ഓക്കെ, വിച്ച് ഇസ് 90 ഡിഗ്രി മേക്ക് ചെയ്യുന്നത്. അതായത് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക എ കൂടെ സ്ട്രേറ്റ് ആയിട്ട്. ആൻഡ് ദിസ് ആംഗിൾ ഇസ് നത്തിങ് ബട്ട് 90 ഡിഗ്രി. ആൻഡ് ഇതിനെ ഞാൻ പി എന്ന് വിളിക്കുവാണ്. പി ക്യൂ എന്ന്. പി ക്യൂ ഇസ് യുവർ tangent and which is perpendicular to PQ is perpendicular to OA because OA is the radius അല്ലെങ്കിൽ നമുക്കറിയാം ഡയമീറ്ററിന്റെ ഹാഫ് ദാറ്റ് ഇസ് 3 സെന്റിമീറ്റർ. അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അണ്ടർസ്റ്റുഡ്? ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. Now next question. Prove that the tangent drawn to a circle at two ends of a diameter are parallel. അതായത് നമുക്കൊരു സർക്കിൾ അപ്പൊ വരയ്ക്കണം അല്ലെ. ആദ്യം സർക്കിൾ ഒന്ന് വരച്ചു നോക്കാം. അന്ന് ഇതിനൊരു ഡയമീറ്റർ ആവശ്യമാണല്ലോ. യെസ്, ഓഫ് കോഴ്സ്. This passes through the center O and let this be PQ. ഇനി നമുക്കറിയാം the tangent drawn to a circle at two ends of a diameter. ഡയമീറ്ററിന്റെ two ends ആണ് P യും Q എന്ന് പറയുന്നത്. P യും Q യിൽ നമ്മൾ അപ്പൊ ഡെഫിനറ്റ്ലി ഒരു ടാൻജന്റ് വരയ്ക്കണമല്ലോ. യെസ്, ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുന്നു, ഇവിടെ ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ലെറ്റ് ദിസ് ബി എക്സ് വൈ, ലെറ്റ് ദിസ് ബി ആർ എസ്. ഓക്കെ, ഇത് പോയിന്റ് കൂടെ ആണ് പാസ് ചെയ്യുന്നത്. പാസസ് ത്രൂ ദ സർക്കിൾ. ഓക്കെ, ഈ ഒരു പോയിന്റ് കൂടെ പാസ് ചെയ്യുന്നത്. നമുക്ക് ചോദിച്ചിട്ടുണ്ട്, നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ടാൻജന്റ് ഡ്രോൺ ടു എ സർക്കിൾ അറ്റ് ടു എൻഡ്സ് ഓഫ് എ ഡയമീറ്റർ പാരലൽ. അതായത് ആസ് പെർ ദിസ് ഫിഗർ ഞാൻ എന്റെ ഡ്രോയിങ് അനുസരിച്ച് ആർ എസ് ഇസ് പാരലൽ ടു എക്സ് വൈ എന്ന് ഞാൻ പ്രൂവ് ചെയ്തെടുക്കണം. ഹൗ? ഇപ്പൊ ഞാൻ ആദ്യത്തെ ഒരു ടാൻജന്റ് എടുക്കുകയാണ്, എക്സ് വൈ ടാൻജന്റ് എടുക്കുമ്പോൾ എക്സ് വൈ ഇസ് പെർപെൻഡിക്കുലർ ടു പി ക്യൂ. Why? Because the tangent is perpendicular to diameter. D for diameter, T for tangent. Short ആയിട്ട് എഴുതുവാണ്. എക്സാമിന് നിങ്ങൾ ഫുൾ ടാൻജന്റ് പെർപെൻഡിക്കുലർ ടു ഡയമീറ്റർ എന്ന് തന്നെ എഴുതിക്കോണം. ആൻഡ് ഇനി നമുക്ക് ഇവിടെ ആർ എസും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആർ എസ് ഇസ് പെർപെൻഡിക്കുലർ ടു പി ക്യു അഗെയിൻ. വൈ? The same reason. Tangent is perpendicular to diameter ആണല്ലോ. കാരണം ഡയമീറ്റർ ഉണ്ട്, രണ്ട് ടാൻജന്റ് രണ്ടറ്റത്ത് വരച്ചിരുന്നു ആൻഡ് ദിസ് ഇസ് പെർപെൻഡിക്കുലർ. നമുക്കറിയാം പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഡെഫിനറ്റ്ലി ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. ആൻഡ് ഇവിടുത്തെ ആംഗിളോ 90 ഡിഗ്രി ആയിരിക്കും. യെസ്, ഓഫ് കോഴ്സ്. നൗ ഇനിയാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത് 90 ഡിഗ്രി. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടി ആംഗിൾ ആർ ക്യു പി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി വിച്ച് ഇസ് സെയിം ആസ് ആംഗിൾ എക്സ് പി ക്യു. എക്സ് പി ക്യു ആണല്ലോ. ഇനി നമുക്ക് ഇത് രണ്ടും 90 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഈ രണ്ട് ലൈൻസ് ഒന്ന് കൺസിഡർ ചെയ്തേ. അതായത് ആർ എസ് എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, എക്സ് വൈ ഇതിനെ ഒന്ന് ഞാൻ വെർട്ടിക്കലി വരച്ചു. ഓക്കെ, തിരിച്ചു വരച്ചു. എക്സ് വൈ എന്ന് പറയുന്ന വേറൊരു ലൈൻ ഉണ്ട്, അതിന്റെ മിഡിലിൽ കൂടെ പാസ് ചെയ്യുന്ന പോയിന്റ് ആണ് ലൈൻ ആണല്ലോ ക്യൂ പി എന്ന്. അതിന്റെ മിഡിലിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ ആണല്ലോ ക്യൂ പി എന്ന് പറയുന്നത്. അതെ, ആ ക്യൂ പിയുടെ രണ്ടറ്റത്തെ ആംഗിൾ, അതായത് ഇത് 90 ഡിഗ്രി, ഇതും 90 ഡിഗ്രി. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദിസ് ആംഗിൾസ്? ഈ ആംഗിൾസിനെ പറ്റി എന്ത് പറയാൻ പറ്റും? ഇത് കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. കാരണം their sum is 180 ഡിഗ്രി ആണല്ലോ. Is it? Yes, കോ ഇന്റീരിയർ ആംഗിൾസ് ആണ്. കോ ഇന്റീരിയർ ആംഗിൾസിന്റെ സം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? They are supplementary. The sum is 180 degree. So these angles are co-interior angles. അതായത് നോക്കി കഴിഞ്ഞാൽ അറിയാം കോ ഇന്റീരിയർ വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത് ഇൻസൈഡ് കിടക്കുന്നതാണ്, അകത്ത് ഇന്റീരിയർ അകത്താണ്. കാരണം ഈ രണ്ട് ലൈൻ കൺസിഡർ ചെയ്യുന്ന ലൈനിന്റെ പുറത്തോട്ടല്ല പോകുന്നത്, അകത്ത് കിടക്കുവാണ്. രണ്ട് ആംഗിളും അകത്ത് കിടക്കുന്നു. ആൻഡ് ഇറ്റ് ഇസ് ഓൺ ദ സെയിം സൈഡ് അല്ലെ. ഈ സൈഡിലും ഈ സൈഡിലും ആണ് കിടക്കുന്നത്, സെയിം സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കോ ഇന്റീരിയർ ആംഗിൾസ് ആൻഡ് ദ സം ഇസ് 180 ഡിഗ്രി. ഈ ഒരു കണ്ടീഷൻ കോ ഇന്റീരിയർ ആംഗിൾസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകും. നമ്മുടെ കൺസിഡർ ചെയ്യുന്ന ലൈൻ ആർ എസും
is parallel to xy ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ തന്നെ RS parallel to xy ആണെങ്കിൽ ആംഗിൾ RQPയും XQPയും കോയിന്റർ ആംഗിൾസ് ആയിരിക്കും. അങ്ങനെയും നമുക്ക് പറയാം. ഇത് കോൺവേഴ്സ് ആയിട്ട് പറയാം. അതായത് കോയിന്റർ ആംഗിൾസ് ആണ്, അതുകൊണ്ട് RSനെയും XYനെയും നമുക്ക് എന്താണ് പാരലൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത് നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് നിങ്ങൾ ലോവർ ക്ലാസ്സിൽ പഠിച്ച കോൺസെപ്റ്റും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഇത് പ്രൂവ് ചെയ്തെടുത്തത്. അണ്ടർസ്റ്റുഡ്? നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് യുവർ നോളജ്. ഇപ്പൊ നമ്മളിപ്പോ ഓൾറെഡി ഇവിടെ പഠിച്ചു ടാൻജന്റ് എന്താണ്, ടാൻജന്റ് പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൽ വെച്ചിട്ടുള്ള പ്രോബ്ലംസ്, ഫ്യൂ പ്രോബ്ലംസും നമ്മൾ കണ്ടു. നൗ ജസ്റ്റ് വി ക്യാൻ റീക്യാപ്പ്, നമ്മൾ പഠിച്ചൊക്കെ നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. സോ ഫസ്റ്റ് വൺ, ഇതിലെ 1 2 3 4 മാർക്കിങ്സ് എന്തൊക്കെയാണെന്നാണ് പറയേണ്ടത്. ഓക്കെ, നൗ വാട്ട് ഇസ് വൺ ഓവർ ഹിയർ? വൺ എന്താണ്? ഇറ്റ് ഷോസ് ടു, ഇറ്റ് പോയിന്റ്സ് ടു എ സർക്കിൾ. സോ 1 എന്ന് പറയുന്നത് ഇറ്റ്സ് എ സർക്കിൾ ആണ്. ആൻഡ് വാട്ട് ഇസ് 2? 2 എന്ന് പറയുന്നത് ഇറ്റ് ഇസ് CD അല്ലെ? CD, വാട്ട് ഇസ് CD? വാട്ട് ക്യാൻ യു സേ അബൌട്ട് CD? ഇസ് ഇറ്റ് പാസസ് ത്രൂ ദി സെന്റർ? അല്ല, സെന്റർ കൂടെ പാസ് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് ടച്ചസ് ഓൺ ദി സർക്കംഫറൻസ്. അതുകൊണ്ട് തന്നെ CD എന്ന് പറയുന്നത് ഒരു കോഡാണ്. ഓക്കെ, നൗ വാട്ട് ക്യാൻ യു സേ അബൌട്ട് 3? 3 എന്ന് പറയുന്നത് ഏത് ലൈനെയാണ് കാണിച്ചിരിക്കുന്നത്? ഗ്രീൻ ലൈനെ അല്ലെ? ആ ഗ്രീൻ ലൈനെ പറ്റി എന്ത് പറയാൻ പറ്റും? ഇറ്റ് ഇസ് ദി ടാൻജന്റ് ടു ദ circle. Understood? And what can you say about 4? 4 എന്ന് പറയുന്നത് is it a tangent? No, because it touches the 2 points എയും ബിയും ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ? And it is not a tangent, but it is not a tangent. That is your AB, not a tangent, but you can say it is a secant. You will learn in higher classes about this, what is secant, because secant എന്ന് പറയുന്നത് it touches a circle at 2 points. Okay, എയും ബിയും ടച്ച് ചെയ്യുന്നുണ്ട്, അത് ടാൻജന്റ് അല്ല, but it is a secant because it touches at just 2 points. secant രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യുവാണെങ്കിൽ that line is, straight line is called as a secant. Okay, that you will learn in higher class. Just for your information, നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തേ ഉള്ളൂ what is secant എന്നുള്ളത്. Understood? Now one more quiz for you. How many tangents does a circle have? ഒരു സർക്കിളിന് എത്ര ടാൻജൻസ് ഉണ്ടാവാം? Is it 1? Is it 2? Is it 3? Or is it many? The answer will be many. കാര്യം എന്താണ്? സർക്കിൾ എന്ന് പറയുന്നത് it consists of infinite points അല്ലെ? നമ്മൾ ആ ഒരു സർക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻഫൈനൈറ്റ് പോയിന്റ്സ് ഉണ്ട്. ആ ഓരോ പോയിന്റിൽ കൂടെ നമുക്ക് ടാൻജന്റ് വരയ്ക്കാം. ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കൂടെ ഒരു ടാൻജന്റ്, ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താൽ ഇവിടെ കൂടെ ഒരു ടാൻജന്റ്, ഈ പോയിന്റ് കൺസിഡർ ചെയ്താൽ ഇവിടെ കൂടെ ഒരു ടാൻജന്റ്, ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്താണ് ഇതിൽ കൂടെ, ഈ ഒരു പോയിന്റ് കൂടെ, ഈ ഒരു പോയിന്റ് ആണെങ്കിൽ ഇത്. സോ യു ക്യാൻ ഡ്രോ ഇൻഫൈനൈറ്റ് number of tangents for a circle. So the answer will be many. You can draw infinite tangents to a circle. So how many tangents does a circle have? Infinite tangents. Now my second question is, how many tangents can be drawn through a point on the circle? അതായത് സർക്കിളില് ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിൽ കൂടെ എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും? Can I draw 2? Can I draw 3? No, I can draw only 1. I can draw only, I'm emphasizing again and again, you can draw only one and only one tangent through a point on the circle. ആ ഒരു പോയിന്റ് എ ആണെങ്കിൽ ആ എ കൂടെ ഒരേ ഒരു ടാൻജന്റ് മാത്രമേ പാസ് ചെയ്യത്തുള്ളൂ. Understood? Now the answer will be 1. Understood? Now let's wind up the section. Let's have a quick recap of what we have discussed in this section. നമ്മൾ tangent എന്താണ് പഠിച്ചു? Tangent എന്ന് പറയുന്നത് is a straight line which touches a circle at one single point without crossing it. And you can have seen there is only one tangent at a point in a circle, and but you can have many tangents for a circle. Okay, ഒരു പോയിന്റിൽ കൂടെ ഒരു single tangent ഉള്ളൂ, but a circle can have infinite number of tangents as there are many points. And നമ്മൾ പഠിച്ച main principle ആണ് the tangent is perpendicular to the diameter or the radius of the circle through which it passes. Understood? And that's for the other section. Manorama Horizon, learning made simple.